നിങ്ങൾ യോനോ എസ് ബി ഐ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് റിവാർഡ്സ് പോയിൻ്റ് ബാങ്ക് തരുന്നുണ്ടാവും. ഇത് ഉപയോഗിച്ച് പലരും ഫോൺ, DTH മുതലായവ റീചാർജ് ചെയ്യുന്നും ഉണ്ടാവും. അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഗിഫ്റ്റ് കാർഡ് വാങ്ങി ഉപയോഗിക്കുന്നതായിട്ടും അറിയാവുന്നതാണ്. എന്നാൽ ഈ SBI റിവാർഡ്സ് ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ, എങ്ങനെയാണ് SBI റിവാർഡ്സ് കിട്ടുന്നതെന്നും ഇതെങ്ങനെ നമുക്ക് ഉപകാരപ്രദമായി ഫ്രീ ആയി ഫോൺ റീചാർജ് ചെയ്യാം, അതുപോലെ DTH, ബസ് ടിക്കറ്റ് തുടങ്ങിയവ റീചാർജ് ചെയ്യുന്നതെന്നും, അതുപോലെ ഈ റിവാർഡ്സ് പോയിൻ്റ് ഉപയോഗിച്ച് ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയവയിൽ ഗിഫ്റ്റ് കാർഡ് എങ്ങനെ നേടാം എന്നും, യോനോ ആപ്പ് വഴി ഓൺലൈനായി സാധനങ്ങൾ എങ്ങനെ വാങ്ങാം എന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. സാധാരണ SBIയുടെ ATM കാർഡ് ഉപയോഗിച്ച് പെട്രോൾ അടിക്കുമ്പോഴും ഷോപ്പിംഗ് മാളുകളിൽ ATM കാർഡ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ചിലവാക്കുന്ന പണത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് റിവാർഡ്സായി SBI തിരിച്ചു തരുന്നത്. അതുപോലെ യോനോ SBI എന്ന SBI മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് പൈസ അയക്കുമ്പോഴും പല ബില്ലുകളും പേ ചെയ്യുമ്പോഴും ഒക്കെയാണ് റിവാർഡ്സ് കിട്ടുന്നത്. ഇത് എങ്ങനെ റെഡീം ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക്. ആദ്യമായി നിങ്ങളുടെ യോനോ SBI എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും കാണുന്നത്. അതിൽ ഏറ്റവും താഴെയായി SBI റിവാർഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മെയിൻ ഇൻ്റർഫേസ് ഡ്രാഗ് ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോഴാണ് ഇങ്ങനൊരു ഓപ്ഷൻ കാണുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൈ റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലൂടെ നമുക്കൊരു ഇൻ്റർഫേസ് തെളിയും. അവിടെ യു ഹാവ് എ 96 പോയിൻറ്റ്. നമുക്ക് ഇത്രയും റിവാർഡ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ടോട്ടൽ ഏൺ ചെയ്ത പോയിൻ്റ് 1309 പോയിൻ്റാണ്. ടോട്ടൽ റെഡീം ചെയ്തത് 863. ടോട്ടൽ എക്സ്പയറി 350. ഇത് ഒരു വർഷത്തെയാണ് കാണിക്കുന്നത്. ഓരോ വർഷവും നമുക്കിങ്ങനെ റിവാർഡ്സ് കിട്ടും. നമുക്ക് ആ റിവാർഡ്സിനെ നമുക്ക് റെഡീം ചെയ്ത് നമുക്ക് പൈസയാക്കി മാറ്റാം. നമുക്കതുമൂലം ഫോൺ റീചാർജ്, DTH റീചാർജ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് ഗിഫ്റ്റ് കാർഡ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഗിഫ്റ്റ് കാർഡ് നമുക്ക് സ്വന്തമാക്കാം. അതിനാദ്യം ചെയ്യേണ്ടത് റെഡീം നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം. ഐ എഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. യോനോ SBIയുടെ റിവാർഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു വിൻഡോ തുറക്കുകയാണ് അവിടെ. റിഡീംഷൻ, അത് നമ്മുടെ ഒരു പ്രൊഫൈൽ അവിടെ സെറ്റ് ചെയ്യണം. നമ്മൾ ഇതുവരെയും പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് പ്രൊഫൈൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിവിടെ അവൈലബിൾ പോയിൻറ്റ് 19 എന്ന് കാണിക്കുന്നുണ്ട്. ആദ്യം 96 പോയിൻറ്റ് കാണിച്ചിരുന്നു. ബാക്കി 19 പോയിൻറ്റ് പോയിട്ട് ബാക്കിയുള്ളവ എക്സ്പയറി ആയിട്ടുണ്ടാവും. അതാണ് ഇവിടെ കാണിക്കുന്നത്. മുൻപ് ഞാനിവിടെ ചെയ്തിട്ടുള്ള റെഡീം ചെയ്ത പൈസയാണ് ഇവിടെ കാണിക്കുന്നത്. 20, 10 രൂപ, 45 രൂപ. വൗച്ചറായി എടുത്തതാണ് 45, 100. ഈ വൗച്ചർ ആമസോൺ വൗച്ചറായിട്ട് 50, 100 രൂപ ഇങ്ങനെ നമുക്ക് ലഭിക്കുന്നതാണ്. ആ വ്യൂ റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, നമ്മൾ ഈ വൗച്ചറായിട്ട് എപ്പോഴാണ് ബുക്ക് ചെയ്തത്, ആ പൈസ നമ്മുടെ ആമസോൺ ഗിഫ്റ്റ് കാർഡായിട്ട് വന്നത്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കത് പ്രിൻ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നമുക്കിങ്ങനെ റെഡീം ചെയ്ത് പൈസ എടുക്കാം. നമ്മൾ സ്പെൻഡ് ചെയ്ത പൈസയിൽ നിന്നും ഒരു നിശ്ചിത ശതമാനമാണ് റിവാർഡ്സായി നമുക്ക് തരുന്നത്. നമ്മൾ അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ കിട്ടുന്നതല്ല. അതിന് മുന്നേ നമ്മൾ അത് റെഡീം ചെയ്തെടുക്കണം. പോയിൻ്റ് റെഡീംഡ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗിഫ്റ്റ് കാർഡ്, ഏറ്റവും മുകളിലുള്ള ഓപ്ഷനിൽ ഗിഫ്റ്റ് കാർഡ് എന്ന ഒരു സിമ്പിൾ കണ്ടു കാണും. അതിൽ പല തരത്തിലുള്ള ഗിഫ്റ്റ് കാർഡ് നമുക്ക് റെഡീം ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്.
നമുക്കിവിടെ പല ബ്രാൻഡിൻ്റെ ഗിഫ്റ്റ് കാർഡ് ഇവിടെ കാണാൻ സാധിക്കും. ബിഗ് ബസാർ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ക്രോമ, ഇങ്ങനെ നിരവധി ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളുടെ ഗിഫ്റ്റ് കാർഡ് കാണാം. ഞാനിവിടെ ആമസോൺ ഗിഫ്റ്റ് കാർഡിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഗിഫ്റ്റ് കാർഡ് നമുക്ക് സ്വന്തം ആമസോണിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കാർഡായിട്ട് വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിന് നമ്മളിവിടെ ചെയ്യേണ്ടത് സ്വന്തം നിലയാണെങ്കിൽ ബൈ ഫോർ യുവർ സെൽഫ് അല്ലെങ്കിൽ സെൻഡ് ആസ് ഗിഫ്റ്റ്. ഞാനിവിടെ സ്വന്തം നിലയിൽ ചെയ്യുന്നതുകൊണ്ട് ബൈ ഫോർ യുവർ സെൽഫ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മിനിമം 10 രൂപ മുതൽ 10,000 രൂപ വരെ നമുക്ക് റെഡീം ചെയ്തെടുക്കാം. അതിന് പോയിൻ്റ് ആവശ്യമുണ്ട്. 10 രൂപ എന്ന് പറയുന്നത് 40 പോയിൻ്റാണ്. നമുക്കിവിടെ 10 രൂപ ആണ് മിനിമം ചെയ്യേണ്ടത്. പക്ഷെ 19 പോയിൻ്റ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ മിനിമം 10 പോയിൻ്റ് അടിക്കുന്നു. ഐ അക്സെപ്റ്റ് ഈ വൗച്ചർ. അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആമസോണിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ കാണിക്കുന്നത്. നമ്മുടെ ജിമെയിലും മൊബൈൽ നമ്പരും വെരിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആമസോൺ ഗിഫ്റ്റ് കാർഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പേയ്മെൻറ്റ് ഇവിടെ 5 രൂപ നമ്മൾ അങ്ങോട്ട് അടയ്ക്കണം. കാരണം 19 പോയിൻ്റ് വെച്ചിട്ട് നമുക്ക് തികയത്തില്ല. 4.5 രൂപ മാത്രമേ നമുക്ക് റെഡീം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബാക്കി കൂടെ അടച്ചാൽ മാത്രമേ ഈ പൈസ തിരിച്ചു കിട്ടുള്ളൂ. അതിനവിടെ സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു OTP വരും. ആ OTP നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ച് നമുക്ക് ബാക്കി 5 രൂപ പേ ചെയ്യാവുന്നതാണ്. ഇല്ല, കുറച്ച് 1 മാസം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ATM കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പോയിൻ്റ് കൂടുകയും പെട്ടെന്ന് തന്നെ റെഡീം ചെയ്തെടുക്കാൻ ഉള്ള തുക വരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. ഇനി നമുക്ക് റെഡീം ചെയ്തെടുക്കാൻ സാധിക്കും. അത് ഗിഫ്റ്റ് കാർഡിൻ്റെ കാര്യത്തിലാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് ഈ റിവാർഡ്സ് ഉപയോഗിച്ചെന്ന് നമുക്ക് നോക്കാം. അതിന് ഏറ്റവും മുകളിലുള്ള ആ നീല ബാറിൽ കാണുന്ന മൊബൈൽ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്, റീചാർജ് യുവർ മൊബൈൽ. നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് ഓപ്പറേറ്റർ. അവിടെ നിങ്ങളുടെ ഏത് കമ്പനിയാണോ, BSNL ആണോ, ഐഡിയ ആണോ, ജിയോ ആണോ, ഏതാണോ അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് സ്റ്റേറ്റാണ് അതവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാൻ ഡീറ്റെയിൽസ് അവിടെ കാണാം. നമുക്ക് ഇഷ്ടമുള്ള തുക എൻ്റർ ചെയ്യാം. നമുക്ക് പ്ലാൻ കാണാം. ഞാനിവിടെ ടോപ്പപ്പ് 10 രൂപ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിന് തൊട്ട് മുമ്പ് ഐ ഹാവ് എ റീഡ് ആൻഡ് അഗ്രി ടു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേയ്മെൻ്റ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ 10 രൂപ പേയ്മെൻറ്റ് നമ്മുടെ ഫോൺ റീചാർജ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മുകളിലുള്ള നില ബാറിൽ ഡിഷിൻ്റെ ഐക്കൺ, ഫ്ലൈറ്റ് ടിക്കറ്റ്, ബസ് ടിക്കറ്റ്, ഇങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുത്ത് ചാർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഗ്രീൻ ഫണ്ട്, SBIയുടെ ഗ്രീൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പല കാര്യങ്ങൾക്കും ഡൊണേറ്റ് ചെയ്യുന്നതിനും മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയതിലേക്ക് പൈസ വേണമെങ്കിലും ഈ കിട്ടുന്ന റിവാർഡ്സ് പോയിന്റിൽ നിന്നും നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഇവിടെ എനിക്ക് നേരത്തെ റെഡീം ചെയ്തുകൊണ്ടാണ് എമൗണ്ട് കുറവ്, 19 പോയിൻ്റേ ഉള്ളൂ. ബാക്കി 96 പോയിൻ്റ് എക്സ്പയറി ആയി പോയതാണ്. നമ്മൾ കൃത്യമായി മാസാമാസം നോക്കി പോയിൻ്റ് റെഡീം ചെയ്തില്ലെങ്കിൽ അത് എക്സ്പയറി ആയി പോകുന്നതാണ്. നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ലഭിക്കും. SBI
നമുക്ക് സർവീസ് ചാർജുകൾ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ച് ഈ പൈസ മുഖേന പിടിക്കാവുന്നതാണ്. അതുപോലെ യോനോ SBI എന്ന ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇവിടെ 1070 രൂപ കാണിക്കുന്ന മോട്ടറോളയുടെ ബ്രാൻഡഡ് ഹെഡ്സെറ്റ് വാങ്ങാൻ 4280 പോയിൻ്റാണ് ആവശ്യം. നമുക്ക് ആ പോയിൻ്റ് നമ്മുടെ അക്കൗണ്ടിൽ വരുന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് വാങ്ങാം. നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഈ SBIയുടെ ഷോപ്പിംഗ് ഓപ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും വാങ്ങാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മളുടെ അഡ്രസ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡ് ടു പേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്കിത്തരത്തിൽ നിരവധി ഓപ്ഷനുകൾ SBI റിവാർഡ്സ് വഴി നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ റിവാർഡ്സ് പോയിൻ്റ് നമുക്ക് നേരിട്ട് ബാങ്കിലേക്ക് പൈസയാക്കി മാറ്റാൻ സാധിക്കില്ല. ഇങ്ങനെ ഏതെങ്കിലും ഗിഫ്റ്റ് കാർഡ് വഴിയോ ഗിഫ്റ്റ് വൗച്ചറുകൾ നേടിയിട്ട് അത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാനാണ് സാധിക്കുന്നത്. അല്ലാതെ പൈസയായിട്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ആമസോണോ ഫ്ലിപ്കാർട്ട് മുതലായ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ പൈസ അതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നല്ലൊരു എമൗണ്ട് മാസം നമുക്ക് ഇതുവഴി ലാഭിക്കാൻ സാധിക്കും. യോനോ ആപ്ലിക്കേഷനോ SBIയുടെ ATM കാർഡോ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും പെട്രോൾ അടിക്കുമ്പോഴും സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പോഴും നല്ലൊരു പോയിൻ്റ് നമുക്ക് റിവാർഡ്സിൽ നേടുവാനും അത് നമുക്ക് റെഡീം ചെയ്തെടുക്കാനും സാധിക്കും. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും അതിനുള്ള മറുപടി തരുന്നതായിരിക്കും.